മെസ്സിനെ മലർത്തിട്ട് അടിക്കും. അടിച്ചിട്ടാണ് ഞങ്ങൾ വന്നിക്കണേ. ഇപ്രാവശ്യം എന്തായാലും അടിക്കും. അപ്പൊ ഇത്തവണ എന്തായാലും കൊണ്ടുപോകും വീണ്ടും. അത് ഫിഫ കൊടുക്കുന്നല്ലോ. അല്ലല്ല, എന്റെ ടീം പൊട്ടിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഫ്രാൻസ് ജയിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? ഫൈനലിൽ നമ്മൾ ആരടിച്ചു പൊട്ടിക്കും? ടീം വളരെ നല്ല ടീമാ. നിലവാരമുള്ള താരങ്ങളാണ് അർജന്റീനയില്, ഫ്രാൻസില്, സ്പെയിനില്, ഇംഗ്ലണ്ടിലൊക്കെ ഉള്ളത്. നമുക്ക് ഫ്രാൻസ് കിട്ടണം. ഫ്രാൻസ് കിട്ടണം. ഓമനെ വേണം പണിയെടുക്കാൻ. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ മികവും കൂടി നിർത്തണം. ഫൈനലിൽ ആരും വരും? അല്ല, ഓപ്പോസിറ്റ് വേണമല്ലോ. ഒറ്റയ്ക്ക് കളിക്കും. ഓപ്പോസിറ്റ് സ്പെയിനാറുണ്ട്. ഫ്രാൻസ് വേണ്ട. ഫ്രാൻസിന് വേണ്ട ആവശ്യമില്ല. വേണ്ട, പേടിയാണോ? അല്ല, അതുകൊണ്ടല്ല. പൊട്ടിക്കണവര് പൊട്ടിച്ചാലേ നമുക്കൊരു ആരുള്ളൂ. അതെ അതെ അതെ, പൊട്ടിക്കുമ്പോ അല്ലേ. അതേപോലെ ഇംഗ്ലണ്ടിനോട് കഴിച്ചിലാവട്ടെ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരത്തിൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ ഹൃദയത്തുടിപ്പാക്കി മാറ്റിയ ഒരു പ്രദേശം നൈനാംവളപ്പ്. നോക്കുക, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ചിത്രങ്ങൾ പറയും നൈനാംവളപ്പിൻ്റെ ഫുട്ബോൾ ആരാധനയുടെ യഥാർത്ഥ മുഖം. നോക്കുക, പെലെയുടെ അഭിനന്ദനങ്ങൾ, അർജൻറ്റീനൻ ടീമിൻ്റെ അഭിനന്ദനങ്ങൾ ഒക്കെ ഈ നൈനാംവളപ്പിനെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഫുട്ബോൾ ഇങ്ങനെ ആവേശമാക്കിയ ജനതയോട്, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരോട് നമുക്ക് അന്വേഷിക്കാം. ഈ 2026 ഫിഫ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർ ആരായിരിക്കും? സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനലിലേക്ക് പോകുന്നത് ആരൊക്കെ ആയിരിക്കാം? അന്വേഷിക്കാം. ചാമ്പ്യന്മാരെ തേടി ഞങ്ങളും. നല്ല നിലവാരമുള്ള കളികളാണ് ഇപ്രാവശ്യം ആഫ്രിക്കൻ ടീമുകൾ പതിവില്ലാത്ത രീതിയിൽ നല്ല തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ മുന്നേറി വരാൻ കഴിയാത്തൊരു നിരാശ ഉണ്ട്. അവസാനം എത്തുമ്പോൾ പുറത്തായി പോവാണ്. കോട്ടൺ അപ്പുറത്തേക്ക് വരുന്നില്ല, പ്രാവശ്യം എത്തിയിട്ടില്ല. ഈജിപ്റ്റൊക്കെ അവസാനം വരെ പിടിച്ചു നിന്ന്, ഈജിപ്റ്റ്, മൊറോക്കോ ഒക്കെ അവസാനം വരെ പിടിച്ചു നിന്ന്. എന്നിരുന്നാലും നല്ല മത്സരങ്ങളാണ് ഒക്കെ. ആഫ്രിക്കൻ്റെ കോങ്കോ, ഇവരൊക്കെ നല്ല അത്ഭുതമായിരുന്നു. കേപ്പ് വെറുതെ അതുപോലെ നമ്മൾ ഏഷ്യൻ ടീമുകളും നല്ല നിലവാരത്തിലുള്ള മത്സരങ്ങളാണ് കാഴ്ചവെച്ചത്. അതില് കൊറിയ, ജപ്പാനൊക്കെ മുന്നേറി വരുന്നതായിരുന്നു. പക്ഷെ അവരെ അവസാന ഘട്ടത്തിൽ അവരെ പുറന്തള്ളിലേക്ക് വലിച്ചു പോയി. അർജന്റീന എന്തായാലും ഇംഗ്ലണ്ടിനായിട്ട് ജയിച്ചിരിക്കും. അർജന്റീന ജയിക്കും, എന്തായാലും ജയിക്കും. എന്തായാലും ജയിക്കും അർജന്റീന. അപ്പൊ ഇത്തവണ കപ്പ് അർജന്റീനക്കുള്ളതാണ്. അടുത്ത തവണ ഈ തവണ അർജന്റീനക്കുള്ള കപ്പ്. അതല്ല, ഫൈനലിൽ അപ്പൊ ആരൊക്കെ തമ്മിലായിരിക്കും എന്ന് പറയുന്നത്? മറ്റേ സ്പെയിനും അർജന്റീനവും. ഫ്രാൻസ് പോവും. 12 ആൾക്കാരുണ്ട് അർജന്റീനയിൽ. ഭയങ്കര സീനാ. അത് നിങ്ങൾക്ക് ഈ തോറ്റൊരു അർജന്റീനക്കാർ ഗോൾ അടിച്ചില്ലെങ്കിൽ റെഫറി ഗോൾ അടിക്കുന്ന ഇവർക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങൾ എന്തിനു അറിയണം? വല്യാപ്പാര് മുമ്പുള്ള കപ്പുണ്ട്. വല്യാപ്പാരടിച്ച് കപ്പലിക്ക് വല്യാപ്പാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇവരെല്ലാപ്പോരും കയ്യേട്ട് ഗോൾ അടിച്ചെടുക്കുക, കുറച്ച് തട്ടിക്കൊണ്ടിട്ട് വേറെ കപ്പ് എടുക്കുക. പിന്നെ മെസ്സിക്ക് ഒരു കപ്പ് എന്നുള്ളൊരു പദ്ധതി. നെയ്മർ അടിച്ച വളരെ മോശം കളി. ഇപ്പൊ വീണ്ടും വരെയാണ് ഈ ഇംഗ്ലണ്ടും അർജന്റീനയും കൂടെ. കൈകൊണ്ട് അടിക്കോ? കൈ കൊണ്ടല്ല, റെഫറി കൊണ്ടേ ഗോൾ അടിക്കും. ഇപ്പൊ കൈയുടെ ആവശ്യമില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് 3 ഗോളിന് ജയിച്ചിരിക്കും. ഫൈനലോ അതോ സെമിയിലോ? സെമിയില്. ഫൈനലിൽ നമ്മൾ സ്പെയിനായിട്ട്. അല്ല, ഫ്രാൻസ് നമ്മൾ എഴുതിത്തള്ളി. ഫ്രാൻസ് ചീള് കേസാണ്. ആ വഴിക്ക് വരണ്ട. എംബാപ്പെ മെസ്സിനെ മലർത്തിട്ട് അടിക്കും. എവിടെ അടിക്കും? അടിച്ചിട്ടാണ് ഞങ്ങൾ വന്നിക്കണേ. ഇപ്രാവശ്യം എന്തായാലും അടിക്കും. അല്ലെ, വേൾഡ് കപ്പിന്റെ ഗോൾ ശരാശരി എംബാപ്പെ മുകളിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ വെട്ടിക്കും. ഫൈനലിൽ കളിക്കില്ലല്ലോ എംബാപ്പെ. കളിക്കൂല. അപ്പൊ ഇത്തവണ എന്തായാലും കൊണ്ടുപോകും വീണ്ടും. അത് ഫിഫ കൊടുക്കുന്നല്ലോ. അല്ലല്ല, പൊതുവെ അർജന്റീന കളി മോശമായിട്ടല്ല, എല്ലാം കളിക്കുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് ആരാധകരുള്ള ടീമാണ് അർജന്റീന. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് അർജന്റീനയാണ്. അപ്പൊ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ മറ്റുള്ള എല്ലാവരും മൊത്തത്തിൽ അർജന്റീന എതിർക്കാൻ. അത് ഈ ഒരു കാരണം പറയുന്നതാണ് എതിർക്കണത്. ഇല്ലാണെങ്കിൽ ഫിഫ കുറച്ച് സഹായിക്കുന്നു എന്നുള്ള ഒരു തോന്നലും. പക്ഷെ കളി കാണുമ്പോൾ ഒറ്റപ്പെട്ട ഇന്നത്തെ ഒരു ഫൗള്, അവസാന നിമിഷത്തിലൊക്കെ കൊടുത്ത ഫൗള് മെസ്സിക്ക്, അത് യാതൊരു കാരണമില്ലാത്തൊരു ഫൗളാണ്. പക്ഷെ മെസ്സിക്ക് അത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ പോസ്റ്റിലേക്ക് അടിച്ച് ബ്ലോക്ക് ആയിപ്പോയി.
അവസാന കളിയിലും അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെ തന്നെയാണ്, എല്ലാ കളിയിലും അങ്ങനെ തന്നെയാണ്. ഒരു വാറെടുത്ത് വാറെടുത്തിട്ട് അപ്പോൾ മറ്റുള്ള ടീമുകൾക്ക് അത്ര ആനുകൂല്യങ്ങൾ കുറവാണെങ്കിലും അവർ കളി മികവിൽ എല്ലാവരും മികച്ചവരാണ്. അർജന്റീന നല്ല ടീമാണ്, മോശമല്ല, ടീം വളരെ നല്ല ടീമാണ്. നിലവാരമുള്ള താരങ്ങളാണ് അർജന്റീനയിൽ, ഫ്രാൻസിൽ, സ്പെയിനിൽ, ഇംഗ്ലണ്ടിലൊക്കെ ഉള്ളത്. ഇപ്പോൾ യോഗ്യരായ 4 ടീമുകളാണ് സെമിയിൽ എത്തിയത് എന്നുള്ളത് യാതൊരു തർക്കവും. ഏത് ടീമാണ്? അർജന്റീന. അതേപോലെ അങ്ങനെ തന്നെയാണ് അല്ലേ? കുറെ വിവാദമൊക്കെ ഉണ്ട് കേട്ടോ. വിവാദം ഉണ്ടാവല്ലോ. കരച്ചിലാണോ അത്? കരച്ചിലാണോ? എന്ത് തോറ്റവരുടെ കരച്ചില്? അയ്യേ, എന്ത് പറ്റി? ഭയങ്കര ബോറാന്ന് പറയുന്നു. ഈ ബ്രസീലുകാരും പോർച്ചുഗലുകാരും അത് ആ ചിന്തപ്പാടനല്ലേ ഉള്ളൂ. എനിക്ക് അവർക്ക് കളിക്കാറിയില്ല. അതെന്നെ പറഞ്ഞുകൊണ്ട് കുത്തിരിക്കുള്ളൂ. ഞാനെ പറഞ്ഞിട്ട് കളിച്ച് ജയിക്കട്ടെ. കളിച്ച് ജയിക്കട്ടെ. അതുകൊണ്ടാണല്ലോ സെമി വരെ എത്തിയത്. പുറത്തായ കരിച്ച് ഇപ്പോഴും വരുന്ന കൊല്ലം വരെ അടുത്ത വേൾഡ് കപ്പ് വരെ കഴിഞ്ഞോണ്ട് കുത്തിരിക്കും. എന്നാലും ഫൈനലിൽ നമ്മള് ആര് വേണം? ഫൈനലിൽ നമുക്ക് ഫ്രാൻസ് കിട്ടണം. ഓമനെ വേണം പണിയെടുക്കാൻ. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ മികവും കൂടി നിർത്തണം. നോക്കി വെച്ചാണ്. അതെ, നോക്കി വെച്ചാണ്. എംബാപ്പെ നല്ല കളിക്കാരനാണ് കേട്ടോ. ആയിക്കോട്ടെ, മെസ്സി അതിനും ഉപരിയാണ്. ഓക്കെ, അപ്പം നൈനാംകുളത്തിലെ ഫുട്ബോൾ ആവേശത്തിന് പ്രായവ്യത്യാസങ്ങളില്ല. തീരെ കൊച്ചുകുട്ടി മുതൽ ഏറ്റവും മുതിർന്ന ആൾക്കാർ വരാം. നമ്മളുടെ ഒപ്പം ഇതിലെ കുഞ്ഞു കുട്ടികളുണ്ട്, കുട്ടി ഫുട്ബോൾ ആരാധകർ. ഏതാ ടീം? ഫ്രാൻസ് ഇത്തവണ ഫ്രാൻസ് കൊണ്ടുപോകും. ഫൈനലിൽ ആര് നോക്കണം? അർജന്റീന നോക്കണം. ഓക്കെ, അത് തന്നെയാണ്. ഫ്രാൻസിൽ അല്ല, ഇപ്പോഴേ തോപ്പിക്കണ്ട. ഫൈനലിൽ വന്നിട്ട് ഫ്രാൻസ് തോപ്പിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ വേണ്ട. എല്ലാ പോർച്ചുഗലും ബ്രസീലും പൊട്ടിയില്ല, അതിന്റെ ഒപ്പം ഓലും പൊട്ടിക്കട്ടു. അവരും ഫൈനലിൽ വരണ്ട അല്ലേ? സെമിയിൽ തോറ്റ് പുറത്തു പോകണം. പോർച്ചുഗലിനും പിന്നെ മറ്റേ ബ്രസീലിനും ഫൈനൽ കളിക്കാൻ പറ്റിയില്ല, സെമി കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവര് ഫൈനൽ കളിക്കണ്ട. അങ്ങനെയാ അല്ലേ? മെസ്സി ഇഷ്ടമാണോ? ഇഷ്ടമല്ല? അയാൾ നല്ല കളിക്കാരനല്ലേ? കളിക്കാരനൊക്കെയാ, പക്ഷെ ഇഷ്ട ജയിക്കണ്ട. 1986 അവസാനം ഇംഗ്ലണ്ടും ഇവരും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അന്നാണ് മറ്റേ വിവാദമായ മറഡോണ ആ ഗോളൊക്കെ ഈ കളിയിൽ വളരെ വരുന്നത്. അത് അതിനെപ്പറ്റിയൊക്കെ നല്ലൊരു ചർച്ച ഈ സെമി ഫൈനൽ ഉണ്ടാവും. അപ്പൊ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും ആ സെമി അർജന്റീന ഇംഗ്ലണ്ട് ആയിട്ടുള്ള. കാരണം അന്നത്തെ അതിനുള്ള പകരം വീട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇംഗ്ലണ്ടിന്. അതെ, 66 കളിക്കുമ്പോൾ, പക്ഷേ 62 കളിക്കുമ്പോൾ പക്ഷേ ഇവരാണ് ജയിച്ചത്, ഇംഗ്ലണ്ടാണ് ജയിച്ചത് ആദ്യത്തെ കളിയിൽ. രണ്ടാമത്തേതിൽ കൈകൊണ്ടടിച്ച് അർജന്റീന ജയിച്ചു. അതിനുള്ള പകരം ചോദിക്കല കൂടി ഈ മത്സരത്തിൽ ഉണ്ടാവും. ഓക്കെ, എന്തായാലും നല്ല കടുത്ത മത്സരം തന്നെ. 2 സെമി, ഒരു ഫൈനലും, 3ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം. ഇനി ആകെ 4 മത്സരത്തോടുകൂടി കളി അവസാനിക്കുക. ഫൈനലിൽ ആരും വരും? അല്ല, ഓപ്പോസിറ്റ് വേണമല്ലോ. ഒറ്റ കളിക്കും. സ്പെയിനാറുണ്ട്, ഫ്രാൻസ് വേണ്ട. വേണ്ട, പേടിയാണോ? പിന്നെ ഫ്രാൻസ് കിട്ടിയാൽ കുഴപ്പമില്ല. കഴിഞ്ഞ വർഷത്തിന് നല്ല സ്പെയിനാണ്. അല്ല, നമുക്ക് ഈ ഇംഗ്ലണ്ടിന് ഒരു പണിയില്ലേ? ഇംഗ്ലണ്ട് നമുക്ക് പ്രശ്നമില്ല. പണ്ട് അവരൊക്കെ അതുകൊണ്ട് ഗോളടിച്ച് ഒപ്പിച്ച പാർട്ടീസാ. അതൊന്നും പ്രശ്നമില്ല. ഇപ്രാവശ്യം അങ്ങനെ അടിക്കുന്നോ? തിരിച്ചു വരും. ഈ ഇവരെ കുറിച്ച് എന്തോ വിലയിരുത്തുന്നത്? 2 പ്രമുഖ കക്ഷികൾ പോയല്ലോ, ബ്രസീലും പോർച്ചുഗലും. പിന്നെ നമുക്ക് പോയാലും പ്രശ്നമില്ലല്ലോ. അവരെ പേടിയുണ്ടായിരുന്നോ? ആരും പേടിയില്ല. മെസ്സി ഇത് മിശിഹായ അങ്ങനെ എന്തല്ലോ പറയാ. മിശിഹ ട്രോഫി കൊണ്ടുപോകും. പക്ഷെ ഫിഫ സഹായിക്കുന്നു, റഫറി ചുമ്മാ വിസിൽ ഇവർക്ക് വേണ്ടിയിട്ടാണ്. പുറത്തായ ടീം പറയുന്നല്ലേ ആണല്ലേ? പക്ഷെ നമ്മൾ കണ്ടപ്പോൾ എന്തൊക്കെ തള്ളിയിടുന്ന കണ്ടു. അതുപോട്ടെ, മഞ്ഞക്കാർഡ് കൊടുത്ത് തീർന്നു എന്നാ പറയുന്നത്. ഓപ്പോസിറ്റ് ടീമിന്, ഓപ്പോസിറ്റ് ടീമുകാർക്ക് കൊടുത്ത് തീർന്നു പോയെന്നേ. അങ്ങനെയൊക്കെ ഒരു കോമഡി കേട്ടോ, അതേ ചോദിച്ചത്. അവരൊക്കെ ഏതാ? ഫ്രാൻസിന്റെ ആളാ? ഫ്രാൻസ് കൊണ്ടുപോകും, സംശയമില്ല. എംബാപ്പെ പിന്നെ ഫ്രാൻസ് മാത്രമല്ല, ബോൾ ശരാശരിയിൽ എംബാപ്പെ മുന്നിലാണ് അല്ലേ? അപ്പൊ ഈ സ്പെയിനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ കഠിനമല്ലേ? കഠിനാണ്. കളിക്കണേ. അപ്പം ഫ്രാൻസ് ജയിക്കുന്നാണ് വിചാരിക്കണേ. എന്നിട്ട് ഫൈനലിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അർജന്റീന കിട്ടട്ടെ. നല്ല ഒരു ഗുമ്പുള്ളൂ. പൊട്ടിക്കണവര് പൊട്ടിച്ചാലല്ലേ നമുക്കൊരു അരുള്ളൂ. അതെ, പൊട്ടിക്കുമ്പോ അല്ലേ? അതേപോലെ ഇംഗ്ലണ്ടിനോട് ജയിച്ചിലാവട്ടെ. എന്നിട്ട് നോക്കാം. ഓക്കെ, 2022 വേൾഡ് കപ്പിന് തനി ആവർത്തനമാകാൻ സാധ്യതയുണ്ട്. ഫൈനൽ ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അതിൽ ഫ്രാൻസ്
അർജന്റീനയെ പരാജയപ്പെടുത്തി കപ്പടിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഫ്രാൻസ് കപ്പടിക്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് അബ്ദു. ഓക്കെ. അപ്പോൾ പകരം വീട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിലെ പരാജയത്തിന് എംബാപ്പൻ ടീമും പ്രാവശ്യം അർജന്റീനയുടെ ആയിട്ട് ഫൈനലിൽ വരികയാണെങ്കിൽ പകരം വീട്ടും. അർജന്റീനക്ക് ഇംഗ്ലണ്ട് തന്നെ നല്ലൊരു ബലികേറ മലയാണ് ഇന്ന് കളിക്കുന്നത്. സെമിയിൽ മുട്ടുന്ന സെമിയിൽ മത്സരിക്കുന്ന അതും കടന്നു വരണം. പക്ഷേ ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ സ്പെയിനെ തകർത്ത് ഫ്രാൻസ് ഫൈനലെത്തും. നമ്മൾ പ്രതീക്ഷ. പോർച്ചുഗൽ ആരാധകനാണ്. എന്തുപറ്റി? എന്റെ ടീം പൊട്ടിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഫ്രാൻസ് ജയിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? ഫൈനലിൽ നമ്മൾ ആരടിച്ചു പൊട്ടിക്കും? പൊട്ടിച്ചിരിക്കണം. പോർച്ചുഗൽ പൊട്ടി. സ്പെയിൻ ഇംഗ്ലണ്ട് ഉള്ളു. ഇയാളേത് ടീമാ? അർജന്റീന. അപ്പൊ നിങ്ങൾ രണ്ടോ ശത്രു ഗ്രൂപ്പിലാ? ഈ അർജന്റീന ജയിക്കുന്ന പറയുന്നത്. ഞാൻ ഫ്രാൻസ് ജയിക്കും. എന്തായാലും നമ്മുടെ ടീമോ പോയി ഇല്ല. ഉള്ളതെങ്കിലും അർജന്റീനയ്ക്കെതിരെ ജയിച്ചു കിട്ടിയാൽ മതി അല്ലേ? ഓക്കെ. ആരും കൊണ്ടുപോകണമെന്നാണ് താല്പര്യം. കാരണം എന്താ വെച്ചാല് സ്പെയിന് കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായം. സ്പെയിൻ ആരും വെക്കരുത്. അതെ, ഒരാളുടെ സ്ഥിരം അങ്ങനെ വിജയം വേണ്ട. കാരണം ഇതൊരു കായിക മത്സരമാണ്. അപ്പൊ എല്ലാവരും ഫൈനൽ അടിക്കാൻ ആവേശം. കാരണം അടിച്ചോലേക്ക് മാറ്റം കൊടുക്കട്ടെ. അതെ, പുതിയ വിജയികൾ വരട്ടെ എന്നുള്ള അഭിപ്രായം. അതെ. ഫുട്ബോളിന്റെ കാര്യം വരുമ്പോൾ നൈനാൻ വളപ്പുകാർക്ക് പ്രായമില്ല. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഫുട്ബോളിന്റെ ആവേശത്തിലാണ്. അവർ പറയുന്നു, പ്രതീക്ഷിക്കുന്നു തങ്ങളുടെ ടീം ജയിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആഗ്രഹം സഫലീകരിക്കട്ടെ. ഒപ്പം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രേക്ഷകർക്കും ഒരു സമ്മാനം നേടാനുള്ള അവസരമുണ്ടായിരുന്നു. ശരിയായ വിജയി 2026 ഫിഫ വേൾഡ് കപ്പ് വിന്നർ ആരാണെന്ന് പ്രവചിക്കുന്നവർക്ക് ഏറ്റവും അത്ഭുതകരമായ സമ്മാനങ്ങൾ, അതും 3 പേർക്ക്. പിന്നെ ഒരു കാര്യം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ശരി ഉത്തരം അയക്കുന്നെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും 3 പേരെ തിരഞ്ഞെടുക്കുന്നത്. അവസാനം മെസ്സേജ് അയക്കാനുള്ള സമയം 19-ാം തീയതി വൈകിട്ട് 5 മണി വരെ. ഓർക്കുക, 19-ാം തീയതി വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ശരിയായ വിജയിയെ പ്രവചിക്കൂ, വിലപ്പെട്ട സമ്മാനങ്ങൾ നേടൂ.